അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കറിയാം, നോമോഫോബിയ എന്ന് പറയുന്ന മൊബൈൽ അഡിക്ഷൻ എന്ന രോഗം പുതിയ കാലത്ത് നമ്മുടെ വിദ്യാർത്ഥികളിൽ വളരെ അതിരൂക്ഷമായി പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയപ്പെട്ടത്, എൻ്റെ കൂടെ ഒന്നിച്ചു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നല്ല പഠനത്തിൽ മികവുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി മൊബൈൽ ഫോൺ അഡിക്ഷന് വഴിപ്പെട്ടിരിക്കുന്നു എന്നതാണ്. സ്വാഭാവികമായും ഇവിടെ ഈ ഒരു മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്നുള്ളത് അവൻ്റെ ചുറ്റുപാടുകളെ മായ്ച്ചു കളയും എന്നുള്ളതാണ്. പഠനത്തിൽ പിറകോട്ടേക്ക് പോകും. എന്നാൽ ഇത് നാം തിരിച്ചറിയുന്നത് പല കാരണങ്ങളുണ്ട്. അവൻ കൂടുതലായി ആരോടും സംസാരിക്കാൻ നിൽക്കുകയില്ല, ഭക്ഷണക്കുറവ്, പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ തന്നെ പഠനത്തിൽ പിറകോട്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അവന് നാം എന്താണ് ഇതിന് അഡിക്ഷനാക്കാനുള്ള കാരണം എന്ന് തിരിച്ചറിയും. അതോടുകൂടി നിരന്തരം അവൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള കാര്യങ്ങൾ അവനോട് പറഞ്ഞു കൊടുക്കുന്നതിനുപരി ആദ്യം ഫസ്റ്റ് ഘട്ടം എന്നുള്ള നിലയ്ക്ക് അവരെ മറ്റൊരു കാര്യത്തിൽ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അവൻക്കിഷ്ടപ്പെട്ട ലീവുള്ള സമയങ്ങളിൽ അവൻ വീടുകളിൽ നിന്നും ഫോൺ ഉപയോഗിക്കുന്ന നേരങ്ങളിൽ അവനെ വിളിച്ചു കൊണ്ടുവരികയും വല്ല കാഴ്ചയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും വിനോദത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളിലൂടെ അവൻ്റെ ശ്രദ്ധയെ മൊബൈൽ ഫോണിൽ നിന്നും പരമാവധി അകറ്റി നിർത്തുക എന്നുള്ള പ്രക്രിയയാണ് ആദ്യം ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നത്. പിന്നീട് അതിന് ശേഷം, പ്രത്യേകിച്ചും പഠനത്തിൽ മികവുള്ള ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇസ്ലാമിക വശവും എല്ലാം അവനക്ക് വളരെ നന്നായി അറിയുന്നവനാണ്. എങ്കിലും രണ്ടാമത്തെ ഘട്ടം എന്നുള്ള നിലയ്ക്ക് അവനോട് ഇതിൽ നിന്ന് പിന്തിരിയുവാനും, പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തതാണല്ലോ, ലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നാശത്തിലേക്ക് നിങ്ങളുടെ കരങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്നാണെന്നല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ വിപത്തുകളെ കൊണ്ട്, പരിണിത ഫലങ്ങളെക്കുറിച്ച് അവനെ നല്ലവണ്ണം ഞാൻ ബോധവാനാക്കും എന്നുള്ളതാണ്. പിന്നീട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വശങ്ങളും മൂല്യവത്തായ പഠനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെ കൊണ്ടും അവനെ ഉന്മേഷവാനാക്കുകയും പിന്നീട് ഇത്തരം പ്രവണതകളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുകയും സാവധാനം ഘട്ടം ഘട്ടമായി അവനെ ഫോളോ ചെയ്തുകൊണ്ട് നല്ല രീതിയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള ദൗത്യമാണ് അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.